വരുമെന്നറിയാം, കാത്തു നിൽക്കായിരുന്നു. പലതും ചോദിക്കണമെന്നും പറയണമെന്നും കരുതിയാ വന്നത്. പക്ഷേ ഇപ്പോ എന്തിനാ കരയുന്നത്? ഇതിലാരെയും കുറ്റപ്പെടുത്താനില്ല. അമ്മയുടെ ഭാഗത്തൊരു തെറ്റുമില്ല. അമ്മയ്ക്ക് സുഖമാണോ? അപ്പ അവരെല്ലാം കാത്തിരിക്കുന്നു. ഉണ്ണണ്ടേ? നീ ഇവനെല്ലാം കൊടുക്ക്. വല്യപ്പച്ചന്റെ കൂടെ ഞാൻ ഉണ്ണു. വേണ്ട മോനെ, വല്യപ്പച്ചന് വിശപ്പില്ല. ഇന്നലെ രാത്രി മുതലേ അപ്പനൊന്നും കഴിച്ചില്ലല്ലോ. എന്തിനാടി കഴിക്കുന്നേ? സമയത്തിന് വല്ലതും കഴിക്കാഞ്ഞ അപ്പന്റെ വയറ്റുവേദന വീണ്ടും വരും. വരൂ, അവരെല്ലാം കാത്തിരിക്കുന്നു. വാ മോനെ. ഇരിക്കുമോളി. നീ പട്ടിണി കിടന്നുകൊണ്ട് ഇവിടെ ആരുടെയും സ്വഭാവം മാറാൻ പോകുന്നില്ല. ഇരിക്ക്. അന്തസ്സുള്ള ബന്ധുക്കളോട് പെരുമാറാൻ അറിയണമെങ്കിൽ അതുപോലെ അന്തസ്സുള്ള കെട്ടിയവനായിരിക്കണ്ടേ? നിന്റെ അമ്മായിയപ്പന്റെ യോഗ്യതയാണ് പറയുന്നതെങ്കിൽ അതെനിക്കറിയാം. എന്താണെന്നറിയാം? എന്റെ ഡാഡിയെ കുറിച്ച് ചേട്ടൻ ഇനിയും പറയാനുണ്ടോ? എന്താ ഞങ്ങളുടെ ദോഷം? മോളി ഒന്ന് നിർത്ത്. ആണുങ്ങളുടെ കൂടെ ഇനി പെണ്ണുങ്ങളും പടക്കിറങ്ങിയാൽ ഇതെവിടെ ചെന്ന് നിൽക്കും? അത് മറ്റുള്ളവർ മനസ്സിലാക്കണം. എന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ പാർട്ടി കോഴിക്കോട്ട് വെച്ച് മതിയെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പം നിർബന്ധിച്ച ഇവിടെ വെച്ചാക്കിയത്. എന്നിട്ട് ആ ഗസ്റ്റുകളുടെ മുമ്പിൽ വെച്ച് നാണക്കേട്. അത് കഴിഞ്ഞില്ലേ ശേളി, മതി. കോഴിക്കോട്ട് നിന്ന് ആരൊക്കെ വന്നതെന്ന് അപ്പനറിയോ? ഓ, വലിയ കാര്യായിപ്പോയി. ചക്കാത്തിന് സ്കോച്ച് വിസ്കിയും വെടിയിറച്ചിയും മീനും താറാവും വെച്ച് വിളമ്പി ആരാടാ വരാത്തത്? അതിന് പിടിച്ച കാശിന് കണക്ക് അറിയാവോ? അങ്ങനെ ചോദിച്ചാൽ മറ്റുള്ളവരും കണക്ക് പറയേണ്ടി വരും. ഈ അന്നത്തിന്റെ മുമ്പിൽ ഇരുന്ന് വഴക്കടിക്കാടാ. മാത്ത് പിടിച്ചാൻ പറഞ്ഞ അപ്പം കേട്ടില്ലേ? ഞാൻ ഷെർലിൻ ദൂർത്തടിക്കുന്നെന്നും ക്ലബിൽ പോയി കണ്ണന്മാരുടെ മുമ്പിൽ അഴിഞ്ഞാടുന്നെന്നും പറയുന്ന ആളിന് കള്ളു കുടിക്കാനും കണ്ട വെപ്പാട്ടികൾക്ക് വീറും പറന്ന് വെച്ചു കൊടുക്കാം. മാത്തുക്കുട്ടി, എന്റെ വയറൊരുങ്ങിച്ചാടാ ഞാൻ ഈ കൂട്ടത്തിൽ കൂടെ ഇരുന്നത്. എന്നെ ഒന്ന് തിന്നാനേ ചോദിക്കേ. വിശപ്പ് എല്ലാവർക്കും ഉണ്ടപ്പ. ഇന്നലെ മുതൽ മോളിയും പട്ടിണിയാ. അതിന്റെ കാരണം അപ്പനെ അന്വേഷിച്ചോ? മോളിയുടെ ഡാഡി അങ്ങേരുടെ ഗുണത്തിനല്ല, എനിക്ക് സ്വന്തമായിട്ട് ഏർപ്പാടുണ്ടാക്കാനാ പറഞ്ഞത്. അങ്ങനെ നിനക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ നിന്റെ അമ്മായി അപ്പനോട് തുറന്നു പറയടാ മുടക്കിത്തരാൻ. അന്നമ്മച്ചെടുത്തിട്ട് അപ്പം മുടക്കിയതാണോ ചേട്ടൻ ഇപ്പൊ അനുഭവിക്കുന്നത്? മോളിയെ വല്ലതും പറഞ്ഞുണ്ടല്ലോ, നീ എന്നെ ചെയ്യൂടാ പെങ്കോൻ.